ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡൻ ബെഞ്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഗാർഡൻ ഡെസ്കെന്നോ ബെഞ്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ബെഞ്ച് കൂടെയും സെറ്റ് ചെയ്താണ് വരുന്നത്. അതായത് നമുക്കൊരു ഡെസ്ക് പോലത്തെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ബെഞ്ച് പോലെ രണ്ട് സൈഡിലും ഇരിക്കത്തക്ക രീതിയിലും കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ബെഞ്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ സൈഡിലൊക്കെ ഇത് ഒരു കോമൺ ആയിട്ട് ഈ ബെഞ്ച് നമുക്ക് എല്ലാ പാർക്കിലും അതുപോലുള്ള റെസ്റ്റോറൻറ്റ്സിലെ ഔട്ട് സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാനങ്ങനെ ഒരെണ്ണം കണ്ടിട്ട് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അതിനുള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാല് റെഡിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വുഡ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് ട്രീറ്റഡ് വുഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ കിടന്നു കഴിഞ്ഞാലും വലുതായിട്ട് മഴയോ വെയിലോ ഒക്കെ വന്നാലും പെട്ടെന്ന് ഇത് ഡാമേജായി പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് ആദ്യമായിട്ടും ഇതിൻ്റെ കാല് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാലിൻ്റെ ഫ്രെയിം ആദ്യം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കാലിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പാണ് അടുത്തത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 150 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങിലുള്ള വുഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതും 6 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം 6 എണ്ണം വെക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വീതി അതിൻ്റെ ടോപ്പിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമേ 2 ലെഗിൻ്റെ ഫ്രെയിമാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഓരോന്ന് 150 സെൻറ്റിമീറ്റർ വൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞ പോലെ തന്നെ 6 പീസുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു 2 കാലിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 എണ്ണം സ്ക്രൂ നമ്മുടെ ഈ ലെഗിൽ ഫിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ. അപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു ഒരു സൈഡിൽ. അപ്പോൾ അവൾ ഒരു സൈഡിൽ പിടിച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം ആദ്യമേ തന്നെ വെച്ച് സ്ക്രൂ ചെയ്യുമ്പം തന്നെ ഇത് പ്രോപ്പറായിട്ട് 2 സൈഡിലെയും ലെങ്തൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ അടിച്ച് വരുമ്പോൾ ഇത് ഏങ്കോണിച്ചിരിക്കുക. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഓരോ വുഡ് വെച്ചതിന് ടോപ്പിൽ ഓരോ വുഡ് വെച്ചതിനും ശേഷവും അതിൻ്റെ അവിടെ നമുക്കെന്തെങ്കിലും ഒരു ഗ്യാപ്പ് പ്രോപ്പറാകാൻ വേണ്ടി പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു കഷ്ണം തടിയോ വെച്ച് നമുക്ക് ഗ്യാപ്പ് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബെഞ്ചിൻ്റെ ലെഗ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്രോസായിട്ട് ഇങ്ങനൊരു തടി വെച്ച് സ്ക്രൂ ചെയ്തത്. അതുപോലെ നമ്മൾ 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ക്രോസായിട്ട് ഇത് 2 സൈഡിലും ഓരോരോ തടി പിടി വരുന്നുണ്ട്. അതിന് ശേഷമാണ് ആ ബെഞ്ചിൻ്റെ പാർട്ട്, അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗം സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന ഓരോരോ തടിയും നമ്മുടെ ഈ ഒരു ബെഞ്ചിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആട്ടം വളരെ കുറയും. നമ്മൾ പ്രോപ്പറായിട്ട് ഇതുപോലെ വുഡ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര വൊബിളിയാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നാ പറയേണ്ടത്, തിരിയാനും മറിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അത് സ്ട്രെങ്തിന് വേണ്ടി ഇടയ്ക്ക് ഓരോ ക്രോസ് വുഡ് നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബെഞ്ചിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ 2 സൈഡും ക്രോസ് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗമാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ സൈഡും നമ്മൾ നോക്കുന്ന സൈഡും അതിൻ്റെ അപ്പുറത്തെ സൈഡും ഈ ലോങ് ആയിട്ട് ഒരു വുഡ് നീണ്ടു നിൽപ്പുണ്ട്. അവിടെയാണ് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചിൻ്റെ 2 തടി സെറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ബെഞ്ച് അടിപൊളിയായിട്ടുണ്ട്. നമുക്കപ്പം അവിടെ ഇരുന്ന് അടിപൊളി ഒരു കോഫി കുടിക്കാം. എങ്ങനെയുണ്ട് ടോട്ടൽ സെറ്റപ്പ് ഒന്ന് പറയണം കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ചെയ്ത് കഴിഞ്ഞപ്പം. ഇത് ലുക്കിങ് മാത്രമല്ല, അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കുറേ കാലം കിടക്കും. അപ്പം നിങ്ങളും ഇതുപോലെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.